പാലിക്കൽ തള്ളെ കേട്ടോട്ടോ. LPG ക്ഷാമം മൂലം ഗുജറാത്തിലെ സൂറത്തിൽ നിന്ന് അന്യസംസ്ഥാന തൊഴിലാളികൾ പലായനം തുടങ്ങി. സൂറത്തിലെ ഉത്ന റെയിൽവേ സ്റ്റേഷനിൽ വൻ തിക്കുമുണ്ടായി. പലായനം ചെയ്തവരെ പോലീസ് തല്ലിയതായും പരാതി ഉയർന്നു. എന്നാൽ വേനൽക്കാല തിരക്കം മാത്രമാണെന്നാണ് പശ്ചിമ റെയിൽവേയുടെ സ്ഥിരീകരണം. ബസന്താണ് വിവരങ്ങളുമായുള്ള ബസന്ത്. സാധാരണ ഉണ്ടാകാത്തത്ര വലിയ തിരക്കാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. എന്താണ് സംഭവിക്കുന്നത്? രതീഷ, ഇപ്പോൾ LPG ക്ഷാമം രൂക്ഷമാകുന്ന ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ചും ഈ അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് 5 കിലോയുടെ ചെറിയ സിലിണ്ടറുകൾ നൽകണമെന്നുള്ള നിർദ്ദേശം കേന്ദ്ര തലത്തിൽ വന്നെങ്കിലും അത് നടപ്പാക്കാൻ കഴിയാത്ത രീതിയിൽ ലഭ്യത കുറവുണ്ടാകുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സൂറത്ത് പോലുള്ള സംസ്ഥാനം, അതായത് സൂറത്ത് നമ്മുടെ ടെക്സ്റ്റൈൽ ക്യാപിറ്റലാണ്. തുണി വിൽപ്പന, അതോടൊപ്പം തന്നെ ഈ ടെക്സ്റ്റൈൽ മേഖലയുമായി ബന്ധപ്പെട്ട വലിയ തോതിലുള്ള വ്യാവസായിക സ്ഥലത്ത് വലിയ തോതിൽ അവിടെ നിന്നും അന്യസംസ്ഥാന തൊഴിലാളികൾ അവിടെ വിടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ജനങ്ങൾ വലിയ തോതിൽ അവിടെ വിടുന്നു, പലായനം ചെയ്യുന്നു എന്ന് വേണം നമുക്ക് പറയാൻ കഴിയും. താമസിക്കാൻ കഴിയാത്ത ബുദ്ധിമുട്ടാണ് എന്നാണ് ഇതിലൊരാൾ പറയുന്നത്. ഇനി ഞാൻ മടങ്ങി വരില്ല എന്ന് പറയുന്നുണ്ട്. ഉട്ടണ റെയിൽവേ സ്റ്റേഷനിലാണ് ഇത്രയും വലിയ തിരക്ക് ഇന്ന് ഉണ്ടായത്. ഏകദേശം 2 മണിക്കൂർ മുമ്പുണ്ടായ സംഭവമാണ്. ഇപ്പോൾ പോലീസ് ഇവരെ തല്ലിയതായി ഇപ്പോൾ പരാതി വന്നിട്ടുണ്ട്. പക്ഷേ വേനൽക്കാല തിരക്ക് മാത്രം എന്നാണ് ഇപ്പോൾ പശ്ചിമ റെയിൽവേ പറയുന്നത്. ആവശ്യത്തിന് ട്രെയിനുകൾ ഇതിനായി ഇപ്പോൾ വിന്യസിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു നിലപാടിലുമാണ് പശ്ചിമ റെയിൽവേ, അതായത് വെസ്റ്റേൺ റെയിൽവേ ഇപ്പോൾ പറയുന്നത്. പക്ഷേ സുഹൃത്തുക്കളുടെ സ്ഥലത്ത് നിന്ന് ആദ്യ പശ്ചിമേഷ്യൻ സംഘർഷം തുടങ്ങിയ സമയത്ത് തന്നെ ആൾക്കാർ മടങ്ങി തുടങ്ങിയിരുന്നു. ഇപ്പോൾ അത് വലിയൊരു ഒഴുക്കായി മാറുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. സൂറത്തിൽ നിന്നാണ്, ഗുജറാത്തിലെ സൂറത്തിൽ നിന്നുള്ള ദൃശ്യമാണ്. ഇന്ത്യയിലെ പഴയ നഗരങ്ങളിലൊന്നാണ് സൂറത്ത്. 50% നേരിട്ട ഒരു നഗരമാണ്. പക്ഷേ അവിടെ ടെക്സ്റ്റൈൽ വ്യവസായം വലിയ തോതിൽ ഇപ്പോഴും നല്ല നിലയിൽ തുടരുന്ന സ്ഥലമാണ്. ചെറുതും വലുതുമായ ഒട്ടേറെ സ്ഥാപനങ്ങൾ ഉണ്ട്, നെയ്ത്ത് കേന്ദ്രങ്ങളുണ്ട്, വിപണനശാലകളുണ്ട്. അവിടങ്ങളിൽ ജോലി ചെയ്യുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ അവിടെ പലായനം ചെയ്യുന്നു എന്നതാണ് ബസ് റിപ്പോർട്ട് ചെയ്യുന്നത്. പോലീസ് അവരെ തല്ലി എന്നടക്കമുള്ള പരാതികൾ കൂടി വരികയാണ്. LPG ക്ഷാമമാണ് അവർ വല്ലാതെ വരച്ചിരിക്കുന്നത്. മോദിയുടെ സ്വന്തം നാടായ ഗുജറാത്തിൽ നിന്നാണ് ഈ ഉത്തരേന്ത്യക്കാർ ഓടി LPG ക്ഷാമം കാരണം ഗ്യാസില്ല ഓടി രക്ഷപ്പെടുകയാണ്. സത്യം പറഞ്ഞാൽ കേരളത്തിൽ നിന്ന് വരെ ഓടാൻ തോന്നുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ നമ്മൾ ഗ്യാസ് ബുക്ക് ചെയ്ത ഒരാഴ്ചക്കകം കിട്ടുമെന്ന് പറയുന്നുണ്ട്. ഞാനിവിടെ 2 ആഴ്ചയായി ഗ്യാസ് ബുക്ക് ചെയ്തിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. ഗ്യാസ് എവിടെ മോദി, ഗ്യാസ് എവിടെ എന്നാണ് ചോദിക്കുന്നത്. പെട്രോളിയം സഹമന്ത്രിനോടും ചോദിക്കാനുള്ളത് അത് തന്നെയാണ്, ഗ്യാസ് എവിടെ. മാതൃഭൂമി ന്യൂസിൽ വന്ന വാർത്തയാണ് കേട്ടോ, ഇത് ഞാൻ പറഞ്ഞതല്ല. ഇനി ആരും എൻ്റെ മെക്കിട്ട് കയറണ്ട. ഇത് 2 ദിവസം മുന്നേ വന്ന വാർത്തയാണ്. ഗ്യാസ് ഇല്ലാത്തത് കൊണ്ട് ജനങ്ങൾക്ക് ജീവിക്കാൻ വയ്യടെ. ജനങ്ങൾ വീടും നാടും വിട്ട് പലായനം ചെയ്ത് പോവാണ്. ഇതാണ് BJP ഇന്ത്യയിൽ ഉണ്ടാക്കിയ വികസനം. 12 വർഷമായി ഭരിക്കുന്നു. പാവങ്ങൾക്ക് ഒരു സ്ഥിര വരുമാനമില്ല. സത്യമാണ്, പാവങ്ങൾക്ക് ഒരു സ്ഥിര വരുമാനം ഇല്ല. ജോലിയില്ല, തൊഴിലില്ല, കൂലിയില്ല, പട്ടിണി മാത്രം. റെഡിയാണ്, പട്ടിണി മാത്രം. കോവിഡ് കാലത്ത് കണ്ടതല്ലേ കിലോമീറ്ററോളം ഈ പാവങ്ങൾ നടക്കുന്നത്. മൈ ട്രംപ് മോദി പരിഹരിക്കും, പരിഹരിച്ചില്ലെങ്കിൽ വിറക് കത്തിക്കുക. സംഘികളുടെ ഡയലോഗ് ഇപ്പോൾ വരും. മോദി മാജിക്, ഞാൻ ഗ്യാരണ്ടി. ഇതാണ് മക്കളെ മോദിയുടെ ഗ്യാരണ്ടി. ഇന്ത്യയെ കുത്തുപാള എടുപ്പിക്കും. 5 കിലോൻ്റെ ഗ്യാസ് വരെ കിട്ടാനില്ല. ഉത്തരേന്ത്യക്കാർ പലായനം ചെയ്തു പോകുന്നത് മോദിയുടെ സ്വന്തം നാടായ ഗുജറാത്തിൽ നിന്നാണ്. അതും കൂടി നിങ്ങൾ ശരിക്ക് കേട്ടോണം. സംഘികൾ ഇതിന് മറുപടി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് വോട്ട് ചെയ്യാൻ പോകുന്ന ബംഗാളികളാടോ മാപ്രേ. നിനക്ക് ഈ ബംഗാളികളെ കാണണമെങ്കിൽ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ പോയി നിന്നാൽ കാണാം എന്നൊക്കെ സംഘികൾ കമൻറ്റുമായിട്ട് വന്നിട്ടുണ്ട്. ചിലർ ചോദിക്കുന്നുണ്ട്, ഇവർ ഗ്യാസാണോ 3 നേരം വെട്ടി വിഴുങ്ങി കഴിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഗ്യാസ് ഇല്ലാതെ എങ്ങനെയാണ് പാചകം ചെയ്ത് കഴിക്കുക? നിങ്ങളൊന്ന് പറഞ്ഞേ. ഇന്ത്യ നമ്പർ 1 ആണ് മക്കളെ.